ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ വുളൂവിൻ്റെ ഫർളുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മുമ്പൊരു പാഠത്തിൽ നമ്മൾ വുളൂവിൻ്റെ ഷർത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫുറൂദുൽ വുളൂ, ഈ വുളൂവിൻ്റെ ഫർളുകളാകുന്നത് സിത്തത്തുൻ, 6 ഫർള് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടായിത്തീരാൻ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഒരു ഉദാഹരണം പറയാം. ഈ 6 ഫർളുകളും പാലിച്ചുകൊണ്ട് ഒരാൾ വുളൂ എടുത്തു. പക്ഷെ വുളൂ എടുക്കുന്നത് വെള്ളം എന്താണ്? തേങ്ങാവെള്ളമാണ്. എന്നാൽ അയാൾ ഇപ്പോൾ വുളൂ എടുത്തു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. കാരണം എന്താ? ഫർളുകളിൽ 6 ഉണ്ടോ എങ്കിൽ വുളൂ റെഡിയാണ്. പക്ഷെ ആ വുളൂ വാലിഡാണോ? അത് ശരിയായ സാധുവായ വുളൂ അല്ല. കാരണം എന്താ? ഷർത്ത് പാലിച്ചിട്ടില്ല. കാരണം ഒരു ഷർത്താണ് എന്ത്? വെള്ളം മാഉമുത്തലക്ക് ആകണം എന്നുള്ളത് ഒരു ഷർത്താണ്. അപ്പം ഷർത്ത് എന്ന് പറഞ്ഞാൽ ഈ വുളൂഇൻ്റെ പുറമേ ഉള്ളൊരു കാര്യമാണ്. ഫർള് എന്ന് പറഞ്ഞാൽ ഒരു വുളൂ ഉണ്ടാവാൻ, ഒരു വസ്തു ഉണ്ടാവാൻ ആവശ്യമായ കാര്യമാണ്. അതിൽ നിന്ന് ഒന്നാമത്തത് വുളൂ ഉണ്ടാവാൻ ആവശ്യമായ കാര്യം 6 അതിൽ നിന്ന് ഒന്നാമത്തത് എന്താണ്? നീയത്ത് വെക്കണം. നീയത്താകുന്നത് ലുഅത്തൻ, ഭാഷാർത്ഥത്തിൽ അൽ കസ്തു, കരുതുക എന്താണത്. വശറഅൻ, ശരീഅത്തിൻ്റെ വീക്ഷണപ്രകാരം നീയത്ത് എന്ന് പറഞ്ഞാൽ കസ്തു അമലിൻ, ഒരു പ്രവർത്തനത്തെ കരുതലാണ്. എങ്ങനെ കരുതണം? മുക്തരിനൻ ബിഫീലി, ആ പ്രവർത്തനത്തെ പ്രവർത്തിക്കുന്നതിനോട് അന്വരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തെ കരുതണം. ആ പ്രവർത്തനം ചെയ്യുന്നതും ഈ നീയത്ത് കരുതുന്നതും അടുത്തടുത്ത് അന്വരിച്ച് വരണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നമല്ലാമാലു ബിന്നിയാത്ത്, നീയത്തുകളെ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങളുടെ സ്വീകാര്യത. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, ആരാധനാകർമ്മം ചെയ്യുമ്പോൾ നീയത്ത് നമ്മൾ അവിടെ വയ്ക്കൽ നിർബന്ധമാണ്. എന്നാലേ അതിന് കൂലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് പായായി പോകും. വതക്ഫി ഫിൽ വുളൂഇ, വുളൂഇൽ മതിയാകും. ഇഹ്ദൻ നിയ്യാത്തില്ലാത്തിയത്തി, താഴെ പറയുന്ന നീയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു നീയത്ത് വെച്ചാൽ മതി. ഒന്ന് ഏതാണ്? നവൈത്തുൽ വുളൂ, ഞാൻ കരുതി, അൽ വുളൂ, വുളൂഇനെ കരുതി, അങ്ങനെ വെച്ചാൽ മതി. 2 നവൈത്തു അദാ അൽ വുളൂഇ, വുളൂഇനെ വീട്ടാൻ ഞാൻ കരുതി, അങ്ങനെയും വെക്കാം. 3 നവൈത്തു ഫർളൽ വുളൂ, വുളൂ എന്ന ഫർളിനെ ഞാൻ കരുതി, അങ്ങനെയും മതി. 4 നവൈത്തു അദാ ഫർളിൽ വുളൂഇ, വുളൂ എന്ന ഫർളിനെ വീട്ടാൻ ഞാൻ കരുതി. 5 നവൈത്തു, ഞാൻ കരുതി, ഇസ്തിബാഹത്ത സ്വലാത്തി, നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ കരുതി. ഔനഹ്വിയ, നിസ്കാരം പോലോത്തതിനെ ഹലാലാക്കുക. പക്ഷേ ആ പോലോത്തത് എന്തിനാൽ? മിമ്മ, ഒന്നിൽ നിന്ന്, ലായുബാഹു, അനുവദനീയമാവുകയില്ല, ഇല്ലാ ബിൽ വുളൂ, വുളൂ കൊണ്ടല്ലാതെ. അപ്പോൾ വുളൂ കൊണ്ടല്ലാതെ അനുവദനീയമാകാത്തൊരു കാര്യം, അങ്ങനത്തെ ഒരു കാര്യത്തെ ഹലാലാക്കാൻ ഞാൻ കരുതി, അങ്ങനെയും നീയത്ത് വെക്കാം. നിസ്കാരം ഹലാലാക്കാൻ തന്നെ ആകണമെന്നില്ല, അതുപോലത്തെ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ മതി. 6 നവൈത്തു ത്വഹാറത്ത ലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ശുചി വരുത്താൻ, ത്വഹാറത്ത് വരുത്താൻ ഞാൻ കരുതി. ഔനഹ്വിയ, അല്ലെ നിസ്കാരം പോലത്തെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ശുചീകരണം വരുത്താൻ ഞാൻ കരുതി എന്ന് പറയാം. ആ നഹ്വ് എന്ത്? അത് പോലത്തതിനാൽ, മിമ്മ ഒന്നിനാൽ, ലാ യുബാഹു ഇല്ലാ ബിൽ വുളൂ, വുളൂ കൊണ്ടല്ലാതെ അത് അനുവദനീയമാവുകയില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു വസ്തുവിന് വേണ്ടി ശുചീകരണം വരുത്താൻ ഞാൻ കരുതി എന്നും നീയത്ത് വെക്കാം. 7 നവൈത്തു ത്വഹാറത്താനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കലിനെ ഞാൻ കരുതി, എങ്ങനെയും പറയാം. 8 നവൈത്തു റഫ് അൽ ഹദസി, അശുദ്ധിയെ ഉയർത്താൻ ഞാൻ കരുതി എന്ന് പറയാം. വദായിമുൽ ഹദസി, നിത്യശുദ്ധിക്കാരനാകുന്നത്, ലാ തക്ഫി, അവനിക്ക് മതിയാവുകയില്ല, ഇല്ലാ വാഹിദും മിനൽ ഹംസിൽ ഊല, ആദ്യത്തെ 5 നിയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു നിയത്തല്ലാതെ അവൻ വെച്ചാൽ മതിയാവുകയില്ല. എന്ന് വെക്കുമ്പോൾ ലായൻവി, അവൻ കരുതരുത്, അത്വഹാറത്ത, ശുദ്ധിയാക്കലിനെ, അതായത് 6ാമത്തെയും 7ാമത്തെയും നീയത്താണ് പറഞ്ഞത്. പിന്നെ വല റഫ്, 8ാമത്തെ നീയത്തായ റഫിനെയും അവൻ കരുതരുത്. അതെന്താ കരുതരുത് എന്ന് പറഞ്ഞത്? ലി ബക്കായി അദഫി, അവൻ്റെ അശുദ്ധി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടല്ലോ, അത് കാരണത്താൽ. അപ്പോൾ അതിന് 8ാമത്തെ എന്താ? അശുദ്ധിയെ ഉയർത്തുന്നു എന്നാണ്. ഇപ്പോഴും അവൻ്റെ അശുദ്ധിക്കാരനല്ല, വുളൂ എടുത്തു കഴിഞ്ഞാലും അപ്പോൾ ഉയർത്തലില്ലല്ലോ. അതുപോലെ തന്നെ 7ാമത്തെ എന്താണ്? അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കുക, അങ്ങനെ ശുദ്ധിയാക്കൽ അവനില്ലല്ലോ, കാരണം അവൻ്റെ അശുദ്ധി എന്നും ബാക്കിയാണല്ലോ. നിസ്കാരത്തിന് വേണ്ടി ശുദ്ധീകരിക്കാൻ ഇപ്പോഴും അവൻ അശുദ്ധിക്കാരനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 നിയത്തും അവൻ ചെയ്യാൻ പാടില്ല. വയജബു, നിർബന്ധമാണ്, കർണു നീയത്തി, നീയത്തിനെ അന്വരിപ്പിക്കുക, അടുപ്പിക്കുക, ബി അവലി വസ്ലിൽ വജ്ഹി, മുഖത്തിൽ നിന്ന് ആദ്യമായി കഴുകുന്നതിനോട്. മുഖത്തിൽ നിന്ന് ആദ്യമായി കഴുകുന്നതിനോട് തന്നെ വുളൂ എന്താക്കണം? നീയത്തിനെ അടുപ്പിച്ച് പറയണം.
അന്വരിപ്പിക്കണം. ഫ എന്ന് വെക്കുമ്പോൾ മാ ഒരു സ്ഥലം, കാരണം ആ ഒന്ന് അന്വരിച്ചിട്ടുണ്ട്, ഹാ ഈ നിയ്യത്തിനോട് അന്വരിച്ചു വന്നിട്ടുണ്ട്, ആ സ്ഥലമാകുന്നത് ഹുവ അതാണ് അവ്വലു മുഖത്തിൽ നിന്ന് ആദ്യമായിട്ടുള്ള ഭാഗമായി പരിഗണിക്കേണ്ടത്. ഫ എന്ന് വെക്കുമ്പോൾ യജിബു നിർബന്ധമാണ്, യാദത്തുമ ഒന്നിനെ ഒരു സ്ഥലത്തെ മടക്കൽ, സബക്ക ആ ഒരു സ്ഥലം മുൻകടന്നിട്ടുണ്ട്, ഹൈ നിയ്യത്തിനേക്കാൾ മിൻഹു മുഖത്തിൽ നിന്ന്. ഒരാൾ വെള്ളം എടുത്തിട്ട് മുഖത്തിലേക്കാണ്ടാക്കി പകുതി എത്തിയതിന് ശേഷമാണ് നിയ്യത്ത് ഇങ്ങനെ വെക്കുന്നത്. എന്നാൽ ഇനി ആ പകുതിൻ്റെ ശേഷമുള്ള ആ പകുതി എത്തിയതിന് ശേഷമുള്ള അവിടെയാണ് ഒന്നാം ഭാഗം. അപ്പോൾ ഇനി മടക്കിയിട്ട് എന്താക്കണം, ആദ്യം തടവിയ ഭാഗമൊക്കെ അവന് കവർ ചെയ്യണം. കാരണം എന്താ, നിയ്യത്ത് അന്വരിക്കുന്നത് മുഖത്തിൽ നിന്ന് ഏത് ഭാഗത്തിനോടാണോ അവിടെയാണ് ആദ്യ ഭാഗം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഫർള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.